നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലും ഒന്നുമില്ല, ഒരു സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ 2 കോഡ് വരക്കണം. കോഡിന്റെ പേര് ഈ കോഡ് അല്ലെങ്കിൽ ഞാൻ, ഓക്കെ, ഞാനിന്റെ പേര് എ ബി എന്നും സി ഡി എന്നും ആവുന്നു. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പി എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ആ ഇക്വേഷൻ ആണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് അപ്ലൈ ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസിൽ ഇത് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 216 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരക്കണം. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ വരക്കണം അല്ലെങ്കിൽ ഒരു ചതുരം വരക്കണം. ചതുരത്തിന്റെ നീളം വീതി എത്ര ആവണം? 5 സെന്റിമീറ്റർ ആവണം, 4 സെന്റിമീറ്റർ ആവണം. ഓക്കെ, എന്നിട്ട് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? സെയിം പരപ്പളവുള്ള അല്ലെങ്കിൽ സെയിം ഏരിയ ഉള്ള, എന്താ ഏരിയ എന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ സെയിം ഏരിയ ഉള്ള നമുക്ക്, അതായത് ഈ 5ന്റെയും 4ന്റെയും റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരക്കണം. പക്ഷെ അതിന്റെ ഒരു സൈഡ് എന്താവണം? ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും അറിയുണ്ടാവും എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ചതുരം എന്ന് വിചാരിച്ചു. ഇതാണ് ചതുരം എന്നുണ്ടെങ്കിൽ ഇതതിന്റെ ലെങ്ത് ആണ്, ഇതതിന്റെ ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താ വരിക? എൽ ഇൻറ്റു ബി ആണ് വരിക. ഓക്കെ, അതായത് നീളം ഇൻറ്റു വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളവിടെ ആദ്യം വരക്കാൻ പറഞ്ഞ ചതുരത്തിന്റെ പരപ്പളവ് എത്ര വരിക? 5 ഇൻറ്റു 4, നീളം ഇൻറ്റു വീതി എത്ര? 20. ഓക്കെ, അപ്പൊ 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ പരപ്പളവ് പറയുമ്പോൾ ഇപ്പം സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയറിനും മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയറിനും പറയണം. ഓക്കെ, അപ്പൊ 20 സെന്റിമീറ്റർ സ്ക്വയറിലാണ് നമുക്ക് എന്ത് വരക്കേണ്ടത്? ഒരു റെക്റ്റാങ്കിൾ വരക്കേണ്ടത്. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണോ? 6 സെന്റിമീറ്റർ ആണോ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അതിന്റെ ഏരിയയും കാണാൻ പോവാണ്. അതിന്റെ ഏരിയ എത്ര വരികയാണെന്ന് എനിക്കറിയാം. 20 ആണ് വരേണ്ടത്. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാ വരേണ്ടത്? എൽ ഇൻറ്റു ബി ചെയ്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ അതിന്റെ എല്ലിനെ ഞാൻ 6 എന്ന് വിളിച്ചു. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഒരു സൈഡ് എന്ത് തന്നെ ആയാലും 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 6 ഇൻറ്റു ബി ഈക്വൽ ടു 20 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബി എന്താ വരിക? 20/6 ഈക്വൽ ടു 3.333333 അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട്? എന്താണ്? എനിക്ക് ഈ 3.3333 എന്നുള്ള സംഭവം എനിക്ക് സ്കെയിലിൽ അളക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ ഒരു അതേ ഏരിയ ഉള്ള റെക്റ്റാങ്കിൾ വരക്കുക? അതേ ഏരിയ ഉള്ള റെക്റ്റാങ്കിൾ ആവണം, അതിന്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആവണം. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് നമുക്ക് കിട്ടി 3.3333. അപ്പൊ ഇത് വരക്കാൻ പറ്റൂല. ഇവിടെയാണ് നമ്മൾ പഠിച്ച പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലിക്കബിൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യണം എവിടെയാണ്. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ പേജ് നമ്പർ 216 ചോദ്യം നമ്പർ 1 ഒരു റഫായിട്ട് എങ്ങനെ നമ്മൾ വരക്കാൻ പോകുന്നു, അല്ലെങ്കിൽ റഫായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞതാണ് എന്താണിത് സംഭവം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് 2 റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ 2 ചതുരത്തിൻ്റെ ഏരിയ സമമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ 2 കോഡ് ഉണ്ട്. 2 കോഡ്, ഇതിനെ ഞാൻ എ ബി എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ ഞാൻ സി ഡി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ എന്താ നോർമലി വിളിക്കുക? പി. ഓക്കെ, അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. കാരണം 2 കോഡ് മീറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഉണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? പി സി ഇൻറ്റു പി ഡിനോട് ഈക്വൽ ആണ്. ഇത് നിങ്ങൾക്ക് പഠിച്ച് ചിലപ്പോൾ അടുത്തിട്ടുണ്ടോ, പക്ഷെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കോളി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ പി എയും പി ബിയും വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കാൻ പോവാം. ഓക്കെ, എങ്ങനെ റെക്റ്റാങ്കിൾ വരക്കുക? ഇത് ഞാൻ ഇതിൻ്റെ ബേസ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ പാദമായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നീളം അല്ലെങ്കിൽ നീളമായിട്ട് എടുത്തു. നീളം ഇൻറ്റു വീതി അല്ലേ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിളും എത്രയാണ് അല്ലെങ്കിൽ കോണുകൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്നും പിന്നും മേലേക്ക് എത്ര ഡിഗ്രി വരക്കണം? 90 ഡിഗ്രി വരക്കണം. എങ്ങനെയാണ് വരക്കുക? പൊട്രാക്ടർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ഞാനത് നീട്ടി വരച്ചു. ഇവിടെയും വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു? അത് നീട്ടി വരച്ചു. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 4 സെന്റിമീറ്റർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തു, ഇങ്ങോട്ട് വെച്ചു,
മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്ത് ചെയ്തു, ഞാൻ ഇതിങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ഏരിയ എന്താ വരിക? 5x4 അല്ലേ? നീളം ഇൻറ്റു വീതി എത്ര? 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി നോക്ക്, ഇനി ഇത് 6ഉം ഇത് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 3.33333 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പി ഡിയും പി സിയും വെച്ചിട്ട്, അതായത് ഇത് നീളവും ഇത് വീതിയായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം വരക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരക്കാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇവിടെ ഈ ചതുരം ഉണ്ടായി ഞാനിത് ഇങ്ങോട്ട് വരക്കാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെക്കണം, ഈ പോയിന്റിൽ നടുവ് വെക്കണം, ഇവിടെ 90 ഡിഗ്രി ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം, നീട്ടി വരക്കണം. ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം, നീട്ടി വരക്കണം. ഓക്കെ, പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി വരക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക, ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ മാർക്ക് ചെയ്യുക, അത് നീട്ടി വരക്കാം. ഓക്കെ, അതെല്ലാവർക്കും അറിയണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 90 ഡിഗ്രി വരച്ചു, 90 ഡിഗ്രി വരച്ചു, ഇവിടെ 90 ഡിഗ്രി ഉണ്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ 3.3333 ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ ഒരളവിൽ കോമ്പസിലെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരക്കും, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരക്കും. ജസ്റ്റ് എന്ത് ചെയ്യും? ഇത് കറക്റ്റ് നമ്മൾ നീട്ടി വരക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വേറൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ വേറൊരു ചതുരം കിട്ടും. ഓക്കെ, ഇനി പറയാം ഇതിൻ്റെ ഏരിയ എന്താ വരിക? 20 സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് വരിക. കാരണം എന്താ? പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? പി സി ഇൻറ്റു പി ഡിനോട് ഈക്വലാണ്. എന്താ പി എ ഇൻറ്റു പി ബി? അതിൽ നമുക്ക് ഇതിൻ്റെ 20 കിട്ടി. ഓക്കെ, ശരിക്കും പി എ ഇൻറ്റു പി ബി 20 ആണ്, നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും 20 ആണ്, ലെങ്ത്തിൻ്റെ പുറത്തും 20 ആണ്. അങ്ങനെയാണ് ഇതും ഈ ഒരു ഏരിയയും എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ രണ്ട് സെയിം ഏരിയ അല്ലെങ്കിൽ സെയിം പരപ്പളവുള്ള റെക്റ്റാങ്കിൾ വരക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എളുപ്പമല്ല നമുക്ക് ഇത് കൺസ്ട്രക്ഷൻ ചെയ്യാൻ. കൺസ്ട്രക്ഷൻ ഏകദേശം ഒരു 5 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ.